ഈ റാലി ബൈക്ക് റാലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ 21 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച സഖാക്കളാണ് ഈ ബൈക്ക് റാലിയിൽ പങ്കെടുത്തിട്ടുള്ളത്. 21 വാർഡിലും 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും 1 ജില്ലാ പഞ്ചായത്തിലും നമ്മൾ വിജയിക്കാൻ പോവുകയാണ്. ഈ സമാപന റാലിയിൽ നമ്മളോടൊപ്പം പങ്കുചേർന്നിട്ടുള്ളത് നമ്മളുടെ പ്രിയങ്കരിയായ MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ റാലിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനിയായ MLA ശാന്തകുമാരി അവരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട്, മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സഖാവ് KT സുരേഷിനെ ക്ഷണിക്കുക. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള MLA സഖാവ് അഡ്വക്കേറ്റ് ശാന്തകുമാരി സഖാവിനെ ക്ഷണിച്ചുകൊണ്ടു. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ വോട്ടർമാരെ, നാം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് 6 മണിയോടുകൂടി ഈ കൊട്ടിക്കലാശത്തോടെ ഈ വർഷത്തെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആരവം നാം താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ പറളി ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി 21 വാർഡുകളിൽ അണിനിരത്തിയിട്ടുള്ള കരുത്തരായ സാരഥികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ആ കരുത്തരായ സാരഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. 4 ബ്ലോക്ക് ഡിവിഷനിലേക്ക്, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 4 ഡിവിഷനുകളിൽ നിന്നാണ് പറളി പഞ്ചായത്തിലെ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം ജനവിധിയായി നൽകേണ്ടത്. ഒരു ജില്ലാ പഞ്ചായത്തിലേക്കും നാം മത്സരിക്കുമ്പോൾ ചരിത്രം വഴിമാറും, യാതൊരു തർക്കവുമില്ല. ഈ പറളി പഞ്ചായത്തിൽ നമ്മൾ കാണുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാവുക എന്നാണ് നമ്മുടെ മുമ്പിലുള്ളത്. 62 ലക്ഷം ആളുകൾ പെൻഷൻ വാങ്ങുന്നവരായി ഈ കേരളത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ സഖാ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കരുതലാണ്, കൂടെ ചേർത്ത് നിർത്തലാണ്. 31.5 ലക്ഷം വരുന്ന വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അത് സഖാ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ്. 5 ലക്ഷം വരുന്ന യുവതിയുവാക്കൾക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ചെറുപ്പക്കാർക്ക് തൊഴിൽ മേഖല കടന്നു വരാനുള്ള അവസരം ഇന്നിതാ ഈ കേരളത്തിൽ തുറന്നു നൽകിയിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ, നാടിലെ, പ്രദേശത്തിലെ മുഴുവൻ വികസനങ്ങളും നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്ന ഏറ്റവും അനുകരിതമായിട്ടുള്ള അനുഭവത്തിന്റെ മുൻപിലാണ് ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നത്. തട്ടിപ്പും വെട്ടിപ്പും ജനങ്ങളുടെ മുമ്പിൽ കടന്നു വരാൻ മടി കാണിച്ചുകൊണ്ട്, തലകുലച്ചുകൊണ്ട് വോട്ട് ചോദിക്കേണ്ടി വന്ന ദുരവസ്ഥയിലേക്ക് മാറിയ ഈ നാട്ടിലെ കോൺഗ്രസ്, നമുക്കറിയാം BJP എന്ന പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഇപ്പോ എല്ലാ ജനങ്ങൾക്കിടയിലും ജാതിയും മതവും പറഞ്ഞുകൊണ്ട് വർഗീയതയുടെ വിത്തുമാകാൻ ഒരുങ്ങി നിൽക്കുന്ന BJPയെ തകർത്ത് വിഘടനവാദത്തിന്റെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും SDP പോലുള്ള തീവ്രവാദ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് കൂട്ടുചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇന്ന് അന്തർമുഖരായി മാറിയിട്ടുള്ള കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ
നാണം കെട്ട BJPയും കോൺഗ്രസും നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വികസനമാണ്. നമ്മുടെ മുമ്പിൽ ഈ പഞ്ചായത്തിന്റെ സർവോത്മകമായ വികസനമാണ്. ഈ നാടിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന വികസനം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കിയ അനുഭവത്തിന്റെ നിറവിലാണ് ഞങ്ങൾ 21 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്ന ഈ പ്രദേശം തൊട്ടടുത്താണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മാനേജ്മെന്റ് സ്കൂളിൽ, പറളി സ്കൂളിൽ 7.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായ നമ്മുടെ ചെറുപ്പക്കാർക്ക്, കായിക വിദ്യാർത്ഥികൾക്ക്, കായിക പ്രതിഭകൾക്ക് ജീവിതത്തിൽ അവർക്ക് അത്യാധുനികമായ സംവിധാനത്തോടെ പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനം ഇന്നിതാ ഈ പറളിൽ യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്. നമ്മുടെ നാടിന്റെ വികസനത്തിൽ എല്ലാ ദിക്കുകളിൽ നമ്മൾ കാണുകയാണ്. ആ വികസനങ്ങൾ, ഓടനൂർ പാലം, അതുപോലെ തന്നെ കമ്പ, വള്ളിക്കോട് പാലം 6 കോടി, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ വികസനങ്ങളുടെ തുടർച്ചയാണ് നമുക്കിനി ആവശ്യം. അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പറളിയെ മാത്രമല്ല നമ്മുടെ പ്രദേശങ്ങളെയും പാലക്കാട് ജില്ലയെയും കേരളത്തിലെയും മറ്റൊരു ചുവപ്പ് സൂര്യോദയത്തിന് കാത്തു നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും അണിചേരണം. പ്രബുദ്ധരായ മനുഷ്യർ, ജനാധിപത്യ വിശ്വാസികൾ, നമ്മുടെ കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിനോട് യോജിച്ച് മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. കൊട്ടിക്കലാശത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഞങ്ങള് വളരെ അഭിമാനത്തോടെ, മര്യാദയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വികസനം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ സമാധാനത്തോടെ, പ്രതീക്ഷയോടെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാക്കി ഈ പ്രചരണ പരിപാടി. അതുകൊണ്ട് തന്നെ വളരെ ആവേശപൂർവ്വം ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളായ, ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, മതനിരപേക്ഷതയും ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളെയും സഹോദരിമാരെയും വോട്ടർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയെ തുടർന്ന് സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളുണ്ട്. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.